വാഗ ജീനിയസ് 2020 ക്വിസിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് വാഗ ക്വിസിൽ പങ്കെടുക്കുന്നത്. GS പ്രദീപ് സാറിൻ്റെ മുമ്പൊരു ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ അതേ വേറൊരു ക്വിസിലും പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത്. ഇതുവരെയ്ക്കും ഞാൻ ഇങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ല. എന്തായാലും എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാനേജ്മെൻ്റ് ആയാലും എല്ലാം കൊള്ളായിരുന്നു. GS പ്രദീപ് സാറിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഉയരേ ഉയരേ പദതാളമുയർന്നിടും, അറിവിൻ വനികൾ അതിവേഗമുണർന്നിടും. ഉയരേ ഉയരേ പദതാളമുയർന്നിടും, അറിവിൻ വനികൾ അതിവേഗമുണർന്നിടും. ആനന്ദക്കടലുകളായി നവമുകുളങ്ങൾ അണിചേരും, ആമോദത്തിരയിളകും വിജയാങ്കണം നിറയുമ്പോൾ അനന്തപുരിയുടെ അക്ഷരവീഥികളിൽ ഉണരുന്നു പുതുനാളങ്ങൾ, നവചേതനകൾ ഉണരുന്നു പുതുനാളങ്ങൾ, ഉയരുന്നു നവചേതനകൾ. ഉയരേ ഉയരേ പദതാളമുയർന്നിടും, അറിവിൻ വനികൾ അതിവേഗമുണർന്നിടും. ചെപ്പിലൂറും നൽചരിത്രം തോളിലേറ്റി, സാരഥ്യം വഹിച്ചോർ തന്ന ദീപം കയ്യിലേന്തി, കാലം നീണ്ട കാലം നല്ല പാഠം പകർന്നേകി, ഉള്ളിൽ സ്നേഹനാളം തീർത്ത വിദ്യാലയ ഭൂവിൽ തുയിലുണരൂ ഈ വജ്രശോഭയാൽ, തുണിയുണരും ഇനിയുമതേ അറിവിൻ നിറങ്ങളാൽ പകരുക നീ സംവത്സരങ്ങളായി. ആനന്ദക്കടലുകളായി നവമുകുളങ്ങൾ അണിചേരും, ആമോദത്തിരയിളകും വിജയാങ്കണം നിറയുമ്പോൾ അനന്തപുരിയുടെ അക്ഷരവീഥികളിൽ ഉണർന്നു പുതുനാളങ്ങൾ, ഉയർന്നു നവചേതനകൾ. ഉണർന്നു പുതുനാളങ്ങൾ, ഉയർന്നു നവചേതനകൾ, ഉയർന്നു നവചേതനകൾ. ഉയരേ ഉയരേ പദതാളമുയർന്നിടും, അറിവിൻ വനികൾ അതിവേഗമുണർന്നിടും. ഉയരേ ഉയരേ പദതാളമുയർന്നിടും, അറിവിൻ വനികൾ അതിവേഗമുണർന്നിടും. വിക്ടറി സ്കൂൾ ദശാബ്ദങ്ങളുടെ അനുഭവ തഴക്കം കൊണ്ട് ആർജിച്ചെടുത്ത വിദ്യാപാരമ്പര്യമുള്ള ഒരു കേന്ദ്രമാണ്. പക്ഷെ വിക്ടറി സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടക്കുന്ന ഈ ഉത്സവത്തിന് പേര് വാഗ എന്നാണ്. വല്ലാതെ മനസ്സ് തളർന്നു പോകുന്നവരെ പോലും ഉന്മത്തരാക്കാൻ കഴിയുന്ന ഗന്ധമുള്ള പൂക്കളാണ് വാഗയ്ക്കുള്ളത് എന്ന് കവികൾ. വാഗ ജീനിയസ് എന്ന പേരിൽ ഇന്നിവിടെ ഒരു വൈജ്ഞാനിക ഉത്സവം നടക്കുമ്പോൾ
എൻ്റെ മുന്നിൽ ഈ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെയുള്ള കുട്ടികളുണ്ട്. നിങ്ങളുടെ എല്ലാം മുഖത്തുള്ള ഒരു ആകാംക്ഷ ഞങ്ങളിൽ ആരാകും ഇതിൻ്റെ അന്തിമ വിജയിയാവുക എന്നുള്ളതാണ്. അത് നിങ്ങളെപ്പോലെ തന്നെ അധ്യാപകർക്ക്, സംഘാടകർക്ക് ഒക്കെ ഇതിലെ വിജയികളെ കണ്ടെത്തുവാനുള്ള താല്പര്യം ഉണ്ട് എന്നെനിക്കറിയാം. പക്ഷെ ആദ്യമേ മുൻകൂറായി നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ വന്നത് നിങ്ങളിലെ വിജയികൾക്ക് വേണ്ടി, വിജയികളെ കണ്ടെത്തുന്നതിനായി മത്സരം നടത്തുന്നതിനല്ല. ഈ മത്സരം സമർപ്പിക്കപ്പെടുന്നതും ഇന്നിവിടെ വിജയിക്കുന്നവർക്ക് വേണ്ടിയും അല്ല. നമ്മുടെ ഈ ലോകം അങ്ങനെ വിജയിച്ചവരുടെ വിരലടയാളം കൊണ്ടോ അവരുടെ കയ്യൊപ്പുകൾ കൊണ്ടോ ഒന്നുമല്ല സൃഷ്ടിക്കപ്പെട്ടത്. തോറ്റുപോയവരുടെ കയ്യൊപ്പുകൾ കൊണ്ടാണ്. ഒരുപാടിടത്ത് പലതവണ പറഞ്ഞ് ആവർത്തിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അതൊരു പ്ലാഗിയാറിസം പോലെ ഓർമ്മിപ്പിക്കുന്നു, ആവർത്തനം പോലെ. ഞാൻ ഈ ആകാശവാണിയിലാണ് ആദ്യമായി പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു തുടങ്ങിയത് 10-14 വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അന്ന് ചെയ്തിരുന്ന പരിപാടി ഇന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഈ അന്നത്തെ ഒരു പ്രായത്തിൻ്റെ താല്പര്യത്തിൽ പെട്ടെന്നങ്ങ് ചെയ്തിരുന്നൊരു പരിപാടിയാണ്. ആരെങ്കിലും ഒരു വിഷയം മലയാളത്തിൽ പറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, മുക്കാതെ, മൂളാതെ, വിൽക്കാതെ, വരയ്ക്കാതെ വളരെ വേഗത്തിൽ അവതരണം, പിശകോ ആംഗലേയ പദങ്ങളോ ആവർത്തന വിരസതയോ ഇല്ലാതെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വൈയക്തിക അനുഭവങ്ങളുടെ അഴക്കകളിലേക്ക് ആണ്ടമുങ്ങി കൈക്കുറത്തയിൽ മുത്തുകൾ വാരി സുജീവസ്തുവാക്കി മാറ്റുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയായിരുന്നു 15-ാമത്തെ വയസ്സിൽ ആകാശവാണിയിൽ അവതരിപ്പിച്ചിരുന്നതെന്ന് ഇന്ന് പറയുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പ്രായം വരുത്തുന്നതായ കുഴപ്പങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ ആ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 10-15 വയസ്സുള്ളപ്പോഴാണ്. അതിനും 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച ഒരു കൊച്ചിക്കാരൻ അപേക്ഷ അയച്ചപ്പോൾ അപേക്ഷ കണ്ട ആകാശവാണിക്കാർ പറഞ്ഞു, അപേക്ഷയൊക്കെ കൊള്ളാം, ഇതിലെ ഫോട്ടോയും കൊള്ളാം, ചന്തമൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ കാര്യമില്ല, ഇതൊരു ഓറൽ മീഡിയമാണ്, ശ്രവ്യ മാധ്യമമാണ്, അതുകൊണ്ട് ശബ്ദം പരിശോധിക്കണം. നിങ്ങളിങ്ങ് പോരെ, നിങ്ങളുടെ ശബ്ദം പരിശോധിക്കാം, ഓഡിഷൻ ടെസ്റ്റ് നടത്താം. കൊച്ചിക്കാരന് തിരുവനന്തപുരത്തേക്ക് വരാൻ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് പലരോടും വായ്പ ചോദിച്ചൊടുവിൽ തിരികെ കൊടുക്കുമെന്ന ഉറപ്പിൽ ഒരു കൂട്ടുകാരൻ കൊടുത്ത കൈവായ്പയുമായി തീവണ്ടി കയറി തിരുവനന്തപുരത്തെത്തിയ ആകാശവാണിയുടെ ശീതീകരിക്കപ്പെട്ട മുറിക്കകത്ത് ഓഡിഷൻ ടെസ്റ്റിന് വിധേയനായപ്പോ അയാളുടെ ശബ്ദം കേട്ട അന്നത്തെ ആകാശവാണിയിലെ മിടുക്കന്മാരായ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, വാമനന്മാർ ഇയാളുടെ ശബ്ദം കേട്ടിട്ട് പ്രഖ്യാപിച്ചു, പോരാന്നല്ല, തീരെ പോരാ. കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ കമ്പം ജനിപ്പിക്കില്ല, മാധുര്യമില്ല, ഗാംഭീര്യമില്ല, ആകാശവാണിയുടെ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ യോഗ്യനല്ല. പുറത്തായി, പരാജയപ്പെട്ടു. നൊന്തും വെന്തും അയാൾ മടങ്ങിപ്പോയി. നേരെ തൃശ്ശൂർ ജില്ലയിലുള്ള സംഗീത നാടക അക്കാദമിയുടെ ഓഫീസിലാണ് പോയത്. എന്നിട്ട് പറഞ്ഞു, ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഒരു സ്കോളർഷിപ്പ് തന്നാൽ കൊള്ളായിരുന്നു. അവരും പറഞ്ഞു, തരാൻ ബുദ്ധിമുട്ടാണ്, അതിനുള്ള നിയമമില്ല. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 6 ഋതുഭേദങ്ങൾ, 6 വസന്ത, വർഷ, വേനൽ, ശിശിരകാലങ്ങൾക്കപ്പുറം ആ മനുഷ്യനെ തേടി 2 കത്തുകൾ വന്നു. ഒരു കത്ത് ഇന്ത്യൻ എയർലൈൻസിൻ്റെതാണ്. സർ, യു ആർ ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഫ്ലയർ ഇൻ ഇന്ത്യ ദിസ് ഇയർ. ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ആളിനുള്ള പുരസ്കാരം നിങ്ങൾക്കാണ്. മറ്റൊരു കത്ത് സംഗീത നാടക അക്കാദമിയുടേതാണ്. സർ, അങ്ങ് ഞങ്ങളുടെ ചെയർമാൻ ആയിരിക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന അപേക്ഷ. കൃത്യം 6 വർഷങ്ങൾക്ക് മുമ്പ് തീവണ്ടിക്കൂലി കയ്യിലില്ലാത്ത മനുഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ആളായി മാറിയെങ്കിൽ സ്കോളർഷിപ്പ് തരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അക്കാദമി പടിയടച്ച് പുറത്താക്കിയ മനുഷ്യനോട് അക്കാദമിയുടെ ചെയർമാനായിരിക്കാൻ അവർ കാലുപിടിച്ച് അപേക്ഷിച്ചു. 6 വർഷങ്ങൾക്കപ്പുറം, 6 വർഷങ്ങൾക്ക് മുമ്പ് ഇമ്പമില്ലാത്ത, കേൾവിക്കാരിൽ കമ്പം ജനിപ്പിക്കാത്ത, മാധുര്യമില്ലാത്ത, ഗാംഭീര്യമില്ലാത്ത ശബ്ദമെന്ന് പ്രഖ്യാപിച്ച് ആകാശവാണിയിലെ വാമനന്മാർ പടിയിറക്കി വിട്ട് പരാജയപ്പെട്ടു പോയ, ഒരു A+ കിട്ടാതെ തോറ്റുപോയ ആ മനുഷ്യന്റെ ശബ്ദത്തിന്റെ ഇമ്പവും കമ്പവും അറിഞ്ഞും അനുഭവിച്ചും ആനന്ദിച്ചും ആഘോഷിച്ചുമാണ് ഞാനും നിങ്ങളും മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ പറയപ്പെടുന്ന ദൈവങ്ങൾ പോലും ഉറങ്ങിയുണരുന്നത്. തോറ്റുപോയ, അന്ന് A+ കിട്ടാതെ മടക്കി അയച്ച ആ മനുഷ്യന്റെ പേര്
ഡോക്ടർ KJ യേശുദാസ് എന്നാണ്. ചരിത്രം ഇന്നുവരെ ദാസേട്ടനേക്കാൾ വലിയൊരു ഗന്ധർവനാദത്തിനെ നമുക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ടോ മക്കളെ? ഉണ്ടോ? സൂറിച്ച് എന്ന നഗരത്തിൽ ഒരു വിശ്വവിഖ്യാതമായ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹം കൊണ്ട് പോയ ഒരു 16-കാരൻ കുട്ടിയോട് അന്ന് അവർ പറഞ്ഞത് എൻട്രൻസ് എഴുതാനാണ്. എൻട്രൻസ് നിങ്ങൾക്കെല്ലാം അറിയാം. അവൻ എൻട്രൻസ് എഴുതിയപ്പോൾ അമ്പെ പരാജയപ്പെട്ടു പോയി. മാർക്ക് നിർണയിച്ച അക്കാദമിയിലെ അധികൃതർ, അധ്യാപകർ പറഞ്ഞു, he is not eligible to get an admission into the prestigious institute of Zurich because his IQ prowess is far below the required levels. ഇവിടെ പ്രവേശനം കിട്ടാൻ മാത്രമുള്ള IQ, ബുദ്ധിശക്തി അവനില്ല. അവൻ അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല, പരാജയപ്പെട്ടു, മടക്കി അയച്ചു. സൂറിച്ച് എന്ന മഹാനഗരത്തിലൂടെ ഈ ദാസേട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ ആ 16-കാരൻ കുട്ടി നൊന്തും വെന്തുമാണ് മടങ്ങിപ്പോയത്. അന്ന് മിടുക്കന്മാരായ ആളുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടി. അവരുടെ ആരുടെയെങ്കിലും പേര് വിചാരിച്ച് എന്നോട് അശ്വമേധം കളിച്ചാൽ ഞാൻ തോറ്റുപോകത്തേ ഉള്ളൂ. കാരണം അന്ന് അഡ്മിഷൻ കിട്ടിയ ഈ മിടുക്കന്മാരുടെ ആരുടെയും പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, എനിക്കും അറിയില്ല. പക്ഷെ IQ കുറവാണെന്ന് പ്രഖ്യാപിച്ച് അന്നവർ പരാജയപ്പെടുത്തി മടക്കി അയച്ച ആ 16-കാരനുണ്ടല്ലോ, ബുദ്ധി കുറവാണെന്ന് കണ്ടെത്തി അഡ്മിഷൻ കിട്ടാൻ യോഗ്യനല്ലെന്ന് അവർ പ്രഖ്യാപിച്ച ആ 16-കാരൻ, അവന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഏത് പാതിരാവിന്റെ പതിതാഘാതത്തിലും ഏത് മിഡ് നൈറ്റ് സ്ട്രോക്കിലും എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ അവന്റെ പേര് പറയാൻ കഴിയും. അയാളുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. ചരിത്രം ഐൻസ്റ്റീനേക്കാൾ വലിയൊരു ഇന്റലക്ച്വൽ പ്രോവസിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടും ഇല്ല. തോറ്റുപോയവരാണെന്നേ. കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ കഴിയാതെ പോയ ദാസേട്ടിന്റെയും സൂറിച്ച് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസിൽ പരാജയപ്പെട്ടു പോയ ഐൻസ്റ്റീന്റെയും ഒക്കെ ശബ്ദത്തിന്റെയും ബൗദ്ധിക പ്രതിഭയുടെയും സമമായി ഈ പ്രപഞ്ചം മറ്റൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് വിക്ടറി സ്കൂൾ മാനേജ്മെന്റും ഈ സംഘാടക സമിതിയും രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ നിങ്ങളിലെ വിജയിയെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മുൻകൂറായി ആദ്യമേ പറയട്ടെ, ഇവിടെ ഈ വാഗാ ജീനിയസ് എന്ന ഈ മത്സരം ഞാൻ സമർപ്പിക്കുന്നത് നിങ്ങളിൽ ഇന്ന് ഇവിടെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന 6 ടീമുകൾക്കോ അതിൽ വിജയിക്കുന്നവർക്കോ വേണ്ടിയോ അല്ല. അതൊക്കെ നടക്കും. ഈ മത്സരം സമർപ്പിക്കുന്നത് നാളുകളിൽ ജയിക്കാൻ വേണ്ടി ഇന്ന് പരാജയപ്പെട്ടു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചിത്രശലഭങ്ങൾക്കും വേണ്ടി, നാളെയുടെ വിജയത്തിനു വേണ്ടി ഇന്ന് തോറ്റുപോകുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന, ആഹ്ലാദത്തോടെ തോൽക്കാൻ തയ്യാറാകുന്ന എൻ്റെ എല്ലാ പൂമ്പാറ്റകൾക്കും വേണ്ടി വാഗാ ജീനിയസ് ആത്മാർത്ഥതയോടെ സമർപ്പിക്കുന്നതായി ആദ്യമേ അറിയിക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതും ഇവിടുത്തെ അധ്യാപകർക്കൊക്കെ ഇച്ചിരി വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അതല്ലാതെ നിവൃത്തിയില്ല. അത് ഞാൻ ഈ അവിടെ ഇറങ്ങിയപ്പോൾ മുതൽ, ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ മുതൽ ഞാൻ തല താഴ്ത്തിയാണ് വന്നത്. കാരണം എനിക്ക് വലിയ വിഷമം തോന്നിയ ഒരു കാര്യം നിങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നല്ലതാണ്. പക്ഷെ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന നിമിഷം മുതൽ പോകുന്നത് വരെയുള്ള 2-2.5 മണിക്കൂർ നമ്മളിവിടെ ഒരു ആഘോഷത്തിനാണ് വന്നത്, അറിവിൻ്റെ ഉത്സവത്തിൽ. അപ്പോൾ നിങ്ങളിലുള്ള എനിക്ക് ഇച്ചിരി വിഷമം തോന്നുന്ന ഒരു സംഗതി ഇപ്പോൾ ഉണ്ട്. അത് വരുന്ന 2.5 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളങ്ങ് കളയണം, ഉപേക്ഷിക്കണം. എങ്കിലേ നമുക്ക് ഈ പരിപാടി നടത്താൻ പറ്റൂ. ബാക്കിയുള്ള ആളുകൾക്ക് സാധാരണ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ വരുന്നവർക്കെല്ലാം വളരെ ഇഷ്ടമുള്ളതാണ് നിങ്ങളുടെ പക്കലുള്ള ആ സംഗതി. പക്ഷെ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് 2.5 മണിക്കൂർ നേരം നിങ്ങൾ അത് ഒഴിവാക്കാൻ തയ്യാറാകണം. അത് കഴിഞ്ഞിട്ടത് വേണം, ഇല്ലെങ്കിൽ അധ്യാപകർ വഴക്ക് പറയും. എന്നെ തീരെ മടുപ്പിക്കുന്ന, എനിക്ക് ഇഷ്ടപ്പെടാത്ത, ഇപ്പോൾ നിങ്ങൾ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളിൽ കൊണ്ടു നടക്കുന്ന, എന്നാൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ആ സംഗതി നിങ്ങളുടെ ഈ വല്ലാത്ത അച്ചടക്കമാണ്, ഈ മടുപ്പിക്കുന്ന ഡിസിപ്ലിനാണ്. അതൊന്നും വേണ്ടെന്നേ. നൃത്തം പോലെ, നാടകം പോലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും ആധികാരികവുമായ കലയാണ് അറിവ്. കൈയടിച്ചും ചിരിച്ചും ബഹളം കാണിച്ചും ഒന്നിടയ്ക്ക് കൂവിയും ഉത്തരം പറയുന്നവർക്ക് വേണ്ടി ആഘോഷിച്ചും കൂട്ടുകാർക്ക് പ്രോത്സാഹിപ്പിച്ചും ഒക്കെ അടുത്ത 2.5 മണിക്കൂർ നിറഞ്ഞാടണം നിങ്ങൾ. കാരണം ഞാനല്ല, നിങ്ങളാണ് ഈ കഥയിലെ നായികമാരും നായകന്മാരും. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ നിശബ്ദരാകുന്നത്? പണ്ടൊരാള് ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൻഡ് ബൈ ദ പപ്പീസ് ബാർക്സ്, നോട്ട് ഈവൻ ദ തണ്ടർബോൾട്സ് ഓഫ് ഹെവൻ ഷാൽ ഫ്രൈറ്റൻ യു. യു ആർ ഇന്ത്യൻ സ്റ്റുഡന്റ്സ് വിത്ത് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. നായ്ക്കുട്ടികളുടെ ദീനരോധനങ്ങൾ കേട്ട് അലോസരപ്പെടരുത്.
ആകാശത്തിന്റെ മേഘകമാനങ്ങൾ പിളർന്ന് കടന്നു വരുന്ന ഇടിമിന്നലിന്റെ ശതശക്തിയുള്ള നിനാദം പോലും നിങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകണം. ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. പറഞ്ഞതാരാ? സ്വാമി വിവേകാനന്ദൻ. അപ്പൊ റെഡിയാണോ നിങ്ങൾ? ഇതാണ് വിക്ടറി സ്കൂളിലെ പങ്കെടുക്കാൻ വന്ന ഈ വിദ്യാഭ്യാസ ജില്ലയിലെ കുട്ടികളുടെ ശബ്ദം. ആർ യു റെഡി? ചെറിയ എന്തൊരു മൂളൽ കേട്ടതുപോലെ തോന്നി. ആർ യു റെഡി? ആരോ 1-2 പേര് പറഞ്ഞെന്ന് തോന്നുന്നു. ശബ്ദമില്ലേ? ആർ യു റെഡി? അപ്പൊ തുടങ്ങാം. സോ ഹിയർ ഇറ്റ് ഈസ്. നമ്മൾ ആരംഭിക്കുകയായി. അതിനു മുമ്പ് ആദ്യം പ്രിലിമിനറിയാണ്. പ്രിലിമിനറി എന്ന് പറയുന്നത് ഈ അന്തിമ ഉത്സവത്തിന് 6 ടീമുകളെ കണ്ടെത്താനുള്ള ഒരു പ്രാഥമിക പരിപാടിയാണ്. അത് സാധാരണ നിങ്ങൾക്ക് പരിചയമുള്ളതുപോലുള്ള ചോദ്യോത്തരങ്ങളൊക്കെ ആകും. പക്ഷേ ഫൈനൽ റൗണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, ഒരു 2020 ക്രിക്കറ്റ് പോലെ, ഒരു സസ്പെൻസ് സിനിമ പോലെ നിങ്ങൾക്ക് ആവേശമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉത്സവമാകും, ഒരു വിരുന്നാകും നിങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ എന്ന് ഞാൻ പ്രോമിസ് ചെയ്യും. ഒപ്പം ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോൾ നിങ്ങൾ എനിക്കൊരു ഉപകാരം തരണം. ഗ്രാൻഡ് ഫിനാലയിൽ ആ ടീമുകൾ ഇവിടെ നിന്നോട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെ വരും. കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല, ഗ്രാൻഡ് ഫിനാലയിൽ നമ്മൾ ഒരുമിച്ച് നടത്താൻ പോകുന്നത്. റെഡി? യെസ്. അപ്പോ ഈ പ്രിലിമിനറി 20 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടത് UP വിഭാഗത്തിലെ കുട്ടികളാണ്. UP വിഭാഗം കുട്ടികൾ എവിടെ ഇരിക്കുന്നേ? അപ്പൊ നിങ്ങൾ 20 ചോദ്യങ്ങൾക്ക് ചോദ്യം നമ്പർ 1 എന്ന് തുടങ്ങി ഉത്തരം എഴുതാം. പറയട്ടെ. സ്കൂളിന്റെ പേരൊക്കെ എഴുതി നോക്കുള്ളൂ കേട്ടോ. ഇനി 5 ചോദ്യങ്ങൾ കഴിയുമ്പോൾ 6ാമത്തെ ചോദ്യം മുതലുള്ള 15 ചോദ്യങ്ങൾക്ക് ഹൈസ്കൂൾ വിഭാഗത്തിന് ഉത്തരം എഴുതാം. ഹൈസ്കൂൾ വിഭാഗം എവിടെ ഇരിക്കുന്നേ? അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 5 ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതണ്ട, ചെറിയ ചോദ്യങ്ങളാണ്. 6 മുതൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ക്ലിയർ? 10 ചോദ്യങ്ങൾ കഴിയുമ്പോൾ അവസാന 10 ചോദ്യങ്ങൾക്ക് ഹയർ സെക്കൻഡറിക്ക് ഉത്തരം എഴുതാം. ഹയർ സെക്കൻഡറി എവിടെ? നിങ്ങളാണ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ആൻസർ ഷീറ്റുകളെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ UPയിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ 6 കുട്ടികളെയും, ഹൈസ്കൂളിലെ 6 കുട്ടികളെയും, ഹയർ സെക്കൻഡറിയിലെ 6 കുട്ടികളെയും തിരഞ്ഞെടുക്കും. UPയിലെ 1ാമതെത്തിയ കുട്ടിയും, ഹയർ സെക്കൻഡറിയിലെ 6ാമതെത്തിയ കുട്ടിയും, ഹൈസ്കൂളിലെ 3ാമതെത്തിയ കുട്ടിയും ഒരു ടീമാണ്. അങ്ങനെ 1, 3, 6, 2, 4, 5 എന്നിങ്ങനെ തത്തുല്യമായ, ഏറെക്കുറെ തുല്യമായ പെർഫോമൻസിൽ നിൽക്കുന്ന 6 ടീമുകളെ ഞങ്ങൾ ഈ വേദിയിൽ സൃഷ്ടിക്കും. അപ്പോൾ ഒരു ടീം എന്ന് പറയുന്ന 3 പേരും ഒരു സ്കൂളിലുള്ളവരൊന്നും ആകില്ല. അങ്ങനെ സ്കൂളിന്റെ അതിർത്തി വേണോ? അറിവിന് ഭാഷയുടെ അതിർത്തി വേണോ? രാജ്യത്തിന്റെ അതിർത്തി വേണോ? ജാതിയുടെയും മതത്തിന്റെയും കുലത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സ്കൂളിന്റെയും ഭാഷയുടെയും ഒന്നും അതിർത്തിയില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ചൂട് കായാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ചൂടുള്ള അഗ്നിയാണ് അറിവ് എന്നതിനാൽ നിങ്ങൾ 18 പേർ 6 ടീമുകളിലായി ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കുമ്പോൾ അപ്പോൾ നമുക്ക് ആവേശത്തിന്റെ മറ്റൊരു സ്വഭാവത്തിലേക്ക് കിടക്കാം. Now be ready, starting with the first question of the day. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാ ഉത്തരങ്ങളും വളരെ വളരെ എളുപ്പമാണ്. അതിപ്പോഴല്ല, ഫൈനലിൽ ചോദ്യം ചിലപ്പോൾ പ്രയാസമായിരിക്കുന്നേ ഉള്ളൂ, ചിലപ്പോൾ. ക്ലിയർ? ആദ്യത്തെ എന്തായാലും ഒരു പ്രയാസവും ഇല്ല. UP ഇയാളുടെ പേര് എഴുതിക്കോളൂ. അതിനു മുമ്പ് ഈ ക്വിസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന എൻ്റെ ഓർഗനൈസേഷന്റെ ടെക്നിക്കൽ ഡയറക്ടർ, നിങ്ങളുടെ നാട്ടുകാരനാണ്, വല്ലാമൂരുത്തുകാരനാണ്. ആളൊരുക്കം അടക്കമുള്ള ചലച്ചിത്രങ്ങളിലൂടെ അവാർഡ് നേടിയ, സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ നേടിയ ഫിലിം എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 9 വർഷത്തോളമായി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എൻ്റെ ക്വിസ് പ്രോഗ്രാമിന്റെ ഒക്കെ ടെക്നിക്കൽ എഡിറ്റർ അദ്ദേഹമാണ്. വിഷ്ണു കല്യാണി ഇവിടെ ഉണ്ട്. UP എഴുതി തുടങ്ങിക്കോ. ഇദ്ദേഹത്തിന്റെ പേര് ചോദ്യം 1ാമത്തേത്. ഹൈസ്കൂൾ എഴുതണ്ട. ഐഡന്റിഫൈ ദിസ് പേഴ്സൺ. ഈ മനുഷ്യന്റെ പേരെന്ത് എന്ന് എഴുതുക. ഈ ദിവസങ്ങളിലൊക്കെ ലോകം ഒരുപാട് ചർച്ച ചെയ്ത, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരുപാട് ചർച്ച ചെയ്ത ഒരാളാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു കാര്യം കൂടി, ഈ അധ്യാപകരും രക്ഷകർത്താക്കളും കുട്ടികളുടെ അടുത്ത് നിന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സഹായിക്കുക വല്ലതും ചെയ്യുന്നുണ്ട് എങ്കിൽ വോളണ്ടിയേഴ്സ് ദയവ് ചെയ്ത് അവരെ തടസ്സപ്പെടുത്തരുത് കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന ക്വിസുകൾ ഞാനത് അനുവദിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ കുട്ടികളോളം പോകുന്ന അറിവ് അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഉണ്ടെന്ന അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും പോലെ ആമോദത്തോടെ വസിക്കും കാലം. നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ് ഈ ഓണപ്പാട്ട്. 1917 ചെറായി എന്ന സ്ഥലത്ത് കേരളം കണ്ട മഹത്തായ ഒരു സാമൂഹ്യ വിപ്ലവം നടത്തിയ ഒരു മഹാവ്യക്തിത്വം, ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് നിങ്ങൾ ഈ കേട്ട വരികൾ എഴുതിയത്. ഈ ഓണപ്പാട്ട് എഴുതിയ ആ കേരളത്തിന്റെ സാമൂഹ്യ അടയാളമായി മാറിയ ആ മനുഷ്യൻ ആര്? ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആള് ശ്രീനിവാസ രാമാനുജനാണ്. ശ്രീനിവാസ രാമാനുജൻ എന്ന വലിയ ഗണിതശാസ്ത്ര വിദഗ്ധൻ ഒരു അസുഖം വന്ന് കിടപ്പിലായി. അസുഖത്തിൽ മരിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ തന്നെ. പുള്ളിക്കാരൻ ആശുപത്രി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ഹാർഡി അദ്ദേഹത്തെ കാണാൻ വന്നു. ഒരു ടാക്സി കാറിലാണ് പോയത്, അന്നത്തെ ടാക്സി ക്യാബിലാണ് പോയത്. ആശുപത്രിയിൽ നിന്ന് തിരികെ ഹാർഡി കാറിൽ കയറിയപ്പോൾ രാമാനുജൻ പുറത്ത് യാത്ര അയക്കാൻ കൂടെ ഇറങ്ങി. ഹാർഡി കാറിൽ കയറിയപ്പോൾ രാമാനുജൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഹാർഡി, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, പ്ലീസ് വെയിറ്റ്. ഹാർഡി നിന്നപ്പോൾ രാമാനുജൻ ചെന്ന് ഹാർഡിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ ഹാർഡി, കാരണം നിങ്ങൾ വന്ന ഈ ടാക്സി കാറിന്റെ നമ്പറാണ് ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ കണ്ടുപിടുത്തം. ഇതാകും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം. കാരണം ഇത് 2 ജോഡി ക്യൂബുകളുടെ തുക കൂട്ടിയാൽ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. എന്താണ് ഹാർഡി വന്ന ടാക്സി കാറിന്റെ നമ്പർ? ദാറ്റ് ലേറ്റർ നോൺ ആസ് രാമാനുജൻ നമ്പർ. 4ാമത്തെ ചോദ്യം. നെക്സ്റ്റ്. ഇതാരെന്ന് എഴുതിയില്ലെങ്കിൽ ഇടിയാണ്. ആരാണ്? ഡിങ് ലിറനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യനായ ഈ ഇന്ത്യൻ യുവാവ്. നെക്സ്റ്റ്. ആഹാ, ഈ ക്ലോക്ക് തെറ്റാ. എന്റെ വാച്ചിൽ 3 മണി കഴിഞ്ഞേ ഉള്ളൂ, പക്ഷെ ഇതില് 4:20 അല്ലേ? ഈ സമയം തെറ്റല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഈ ക്ലോക്കിനെ കൊണ്ട് ഒരു കണ്ണാടിയിൽ കാണിക്കാം. അപ്പൊ ആ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിൽ എത്രയായിരിക്കും സമയം? വാട്ട് ഈസ് ദ ടൈം ഓഫ് ദ ഇമേജ് ഓഫ് ദിസ് പർട്ടിക്കുലർ ക്ലോക്ക്? ഈ ക്ലോക്കിന്റെ ഇമേജിലെ പ്രതിബിംബത്തിൽ എത്രയായിരിക്കും സമയം? നെക്സ്റ്റ്. ഹൈസ്കൂളിന് തുടങ്ങാം. 5 ചോദ്യങ്ങൾ കഴിഞ്ഞല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6. ഇപ്പൊ കഴിഞ്ഞ IPL ഓറഞ്ച് ക്യാപ്പ് നേടിയ കളിക്കാരൻ ആരാണ്? ദ ഹൈയസ്റ്റ് റൺ ഗെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ലോകത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തലസ്ഥാനമാണ് നിങ്ങൾ ഈ കണ്ടത്. ദിസ് ഈസ് ദ വിഷ്വൽ ഓഫ് ദ സതേൺ മോസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തലസ്ഥാനത്തിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കണ്ടത്. ഒന്നുകിൽ തലസ്ഥാനത്തിന്റെ പേര് അല്ലെങ്കിൽ ഏത് രാജ്യം.
നെക്സ്റ്റ് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ലേ? അദ്ദേഹം നിലവിൽ കേരള നിയമസഭയിൽ ഏത് നിയമസഭാ മണ്ഡലത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്നത്? നെക്സ്റ്റ് പ്ലീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നിങ്ങൾ ഈ കണ്ടത്. എന്താണ് ഇതിന്റെ പേര്? നെക്സ്റ്റ്. അറിയോ? നമ്മുടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് വളരെ ലളിതമായ ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പത്തായോ? ഹയർ സെക്കൻഡറിക്ക് എഴുതി തുടങ്ങാം. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11. കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നതിലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേകം വംശത്തിൻ ചരിത്രങ്ങൾ, കാണുന്നുണ്ടനേകം വംശത്തിൻ ചരിത്രങ്ങൾ. അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തിയ ഒരു ജനസമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി സ്വജീവിതം മുഴുവൻ യത്നിച്ച കേരളത്തിന്റെ ഒരു നവോത്ഥാന നായകന്റെ വരികളാണ് ഇത്. ഏത് മഹാനായ നവോത്ഥാന നായകനാണ് നിങ്ങൾ ഈ കേൾക്കുന്ന വരികൾ പറഞ്ഞത്? നെക്സ്റ്റ്. ഇന്ന് ലോകം ഏറ്റവും വളരെ ഗൗരവത്തോടെയും വേഗതയിലും ചർച്ച ചെയ്യുന്ന ഒരു കായിക വിനോദമാണിത്. ഒരു പുതിയ കളിയാണ്. ലോകത്തിൽ പലയിടങ്ങളിലും ഈ കളിക്ക് വേണ്ടി ടൂർണമെന്റുകൾ, കളിക്കളങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളവും ഇതിന്റെ കളിക്കളങ്ങളിൽ പോയി തിരുവനന്തപുരത്തും തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പുതിയ കളിയാണ് ഇത്. ടെന്നീസിന്റെ സാദൃശ്യമുണ്ട്, സ്ക്വാഷിന്റെ സാദൃശ്യമുണ്ട്. ഇതൊരു പുതിയ കളിയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ട്രെൻഡ് സെറ്റിംഗ് ആയ ഒരു പുതിയ കളിയാണ്. ഈ കളിയുടെ പേരെന്താണ്? നെക്സ്റ്റ്. നത്തിങ്. പിന്നെ ഇപ്പൊ OnePlus അല്ലേ? ആധുനിക യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഇലക്ട്രോണിക്സിന്റെയും മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിന്റെയും ഒക്കെ ലോകത്തിൽ ഈ മനുഷ്യൻ വളരെ പ്രശസ്തനാണ്. നത്തിങ്ങിന്റെയും OnePlusന്റെയും ഫൗണ്ടറായ ചെറുപ്പക്കാരനായ ഈ സാങ്കേതിക വ്യവസായി ആരാണ്? നെക്സ്റ്റ്. ഇത് അവരായിരുന്നല്ല ചോദ്യം. ജപ്പാനിൽ ഒരു അപ്പോൾ കഴിഞ്ഞ 10-12 വർഷങ്ങൾ കൊണ്ട് ഒരു പുതിയ ടാക്സ് സിസ്റ്റം ഉണ്ട്. രസമാണ്. ഒരു ടൂറിസ്റ്റ്, നമ്മളിപ്പോ ജപ്പാനിൽ ടൂറിസ്റ്റ് ആയി പോയാൽ പോകുമ്പോൾ സുഖമാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയാൽ, നമ്മൾ ആ ടൂറിസ്റ്റ് ആയി പോയ രാജ്യത്തിൽ ജപ്പാനിൽ നിന്ന് നമ്മൾ മടങ്ങി പോവുകയാണെങ്കിൽ നമ്മളൊരു ടാക്സ് കൊടുക്കണം. നിങ്ങൾ ജപ്പാൻ സന്ദർശിച്ചിട്ട് തിരികെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ടാക്സ് കൊടുക്കണം. ഗുഡ് ബൈ ടാക്സ് എന്നാണ് അതിന് പേര്. ഗുഡ് ബൈ പറയണമെങ്കിൽ നിങ്ങളൊരു ടാക്സ് കൊടുക്കണം. അപ്പൊ ചോദ്യം വളരെ ലളിതം. ആ ടാക്സിന് എന്താണ് പേര് എന്നാണ്.
ഞാൻ അതിനൊരു വലിയ സൂചന നിങ്ങൾക്ക് തന്നു. ആ ടാക്സ് എന്തിനാണ്? ഗുഡ് ബൈക്കാണ്. ജപ്പാനിൽ ആ ടാക്സിന്റെ പേരെന്താണ്? ജപ്പാൻ ഏർപ്പെടുത്തിയ ആ ടാക്സിന് വളരെ മനോഹരമായ ഒരു പേരാണ്. എന്താണ് ആ പേര്? നെക്സ്റ്റ്. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏത് എന്നാണ് ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയുടെ ഒരു വിഷ്വൽ പോസ്റ്റർ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ആദ്യത്തെ ഡിജിറ്റൽ മൂവി ഏതാണ് എന്നാണ് ചോദ്യം. ഈ ഫൈനലിൽ വരുന്ന ഒരു ടീമിൽ എത്ര പേരാണ് ഉണ്ടാവുക? ആദ്യത്തെ ആള് UKG, അല്ല UPS, രണ്ടാമത്തെ ആള് ഹൈസ്കൂള്, മൂന്നാമത്തെ ആള് ഹയർ സെക്കൻഡറി. മൂന്നാമതൊരാൾ വരുന്നത് ഹയർ സെക്കൻഡറി എന്നാണ് അല്ലേ? നെക്സ്റ്റ്. നിരവധി കലാരൂപങ്ങളുടെ നാടാണ് നമ്മുടേത് അല്ലേ? ഏതാണ് ഈ കലാരൂപം? ഇത് തെയ്യമല്ല. ഏതാണ് ഈ കലാരൂപം? നെക്സ്റ്റ്. These awards are where we get more energy, but even then, we have to know one thing: when you get an award, you have to know that you have to still go, and the people are giving you for that. You have to be careful. ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയ ഒരുപാട് ആളുകളുണ്ടല്ലേ, എഴുത്തുകാരൊക്കെ ഉണ്ട്, ശാസ്ത്രജ്ഞന്മാരൊക്കെ. അപ്പോ അവാർഡുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ശബ്ദം, നിങ്ങൾ ഈ കേട്ട ശബ്ദം ഏത് ബഹുമാന്യനായ ഭാരതീയന്റേതാണ്? കൂടെ കേൾക്കണോ? വേണോ? These awards are where we get more energy, but even then, we have to know one thing: when you get an award, you are. Next, please. Strawberries and cream. നമ്മൾ ഓണത്തിന് സദ്യ എന്ന് പറയുന്നത് പോലെ ഒരു കായിക മാമാങ്കത്തിൽ, ഒരു കായിക ഇനം, ലോകത്തിൽ നടക്കുന്ന വളരെ പ്രശസ്തമായ ഒരു കായിക ടൂർണമെന്റിന്റെ, ഒരു സ്പോർട്സ് ഇവന്റിന്റെ ഒഫീഷ്യൽ ഫുഡ് ഐറ്റമാണ് സ്ട്രോബെറി ആൻഡ് ക്രീം. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ആ പ്രശസ്തമായ ടൂർണമെന്റിന്റെ പേര്. നെക്സ്റ്റ്. ഒരു മ്യൂസിക് ബാൻഡും ഛോട്ടാ ഭീമും ഒക്കെ ചിത്രത്തിലുണ്ട്. ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന കേരളീയമായ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം, ഒരു ഭക്ഷണത്തിന്റെ പേരാണ് എനിക്കറിയാം. നെക്സ്റ്റ് പ്ലീസ്. മനസ്സുമായി ചേർന്നിടാം.
ഇഷ്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് നിങ്ങൾ ഈ കേട്ടത്. ഒരു അല്പം പഴയ ചലച്ചിത്ര ഗാനമാണ്, പക്ഷെ എപ്പോഴും വളരെ ഹിറ്റാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ വലിയ പ്രിയപ്പെട്ട പാട്ടാണ് അല്ലേ? ഈ പാട്ട് എഴുതിയ ആൾ പക്ഷേ കൂടുതൽ പ്രശസ്തനായത് ഗാനരചയിതാവ് എന്ന പേരിലല്ല. ആരാണ് ഈ ഗാനം രചിച്ചത് എന്നാണ് ചോദ്യം. എഴുതിക്കോളൂ. 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. ആൻഡ് ഹിയർ ഈസ് മൈ ബോണസ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 ഇദ്ദേഹത്തെ കുറിച്ചാണ്. ഹീസ് മിസ്റ്റർ അലക്സ് MS. ഞങ്ങള് ഒരുപാട് വർഷങ്ങളുടെ പരിചയമുള്ള സുഹൃത്തുക്കളാണ്. നമ്മളിടയ്ക്ക് യാത്രയൊക്കെ പോകാറുണ്ട്. പൊതുവെ ഇങ്ങനെ ഊരി ചുറ്റാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അലക്സും അതെ ഞാനും. പക്ഷെ അങ്ങനെ ഈ അലക്സിന് ഒരു പ്രശ്നമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അലക്സിന് ഇരിക്കുന്നിടം കുഴിക്കുന്ന സ്വഭാവമാണ്. അല്ലല്ല, നിങ്ങൾ കരുതിയ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചേട്ടാ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ മാനറിസമില്ലേ, സൗരവ് ഗാംഗുലിക്ക് എനിക്കോഫേജിയ, നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത് പോലെ ചിലർക്ക് തല ചൊറിയും. അലക്സ് എവിടെയെങ്കിലും ഇരുന്നാൽ ഇങ്ങനെ ചുമ്മാ കുഴിച്ചിരിക്കും, അല്ലാതെ മറ്റേ അർത്ഥത്തിലല്ല. അങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണല്ലേ നമ്മളന്ന് പോയത്. രസമായിരുന്നു യാത്ര. നമ്മളൊരു യാത്ര പോയി ഒരു സ്ഥലത്ത് ചെന്നിരുന്നപ്പോ അലക്സ് കുഴിച്ച് 10 മീറ്റർ ആഴത്തിലൊരു കുഴിയെടുത്തു. ഞാനതൊരു കറുത്ത കോട്ടായിരുന്നിട്ട് അല്ലേ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എത്തി കുഴിഞ്ഞ ആ കുഴി നോക്കിയപ്പോ എന്റെ പോക്കറ്റിൽ നിന്നൊരു 1 രൂപ കോയിൻ ആ കുഴിയിലേക്ക് ഇങ്ങ് വീണും പോയി. ഒരു സെക്കൻഡിനുള്ളിൽ ആ കുഴിയുടെ അടിത്തട്ടിൽ ആ കോയിനങ്ങ് പോയി. അത് പോവേണ്ടതാ, പോട്ടെ. അപ്പോഴാണ് അലക്സിന്റെ മുതുകത്തൊരു ഒറ്റ അടിയാ കിട്ടിയത്. ഒരു ഉഗ്രൻ അടിയായിരുന്നു. ഈ അടി കൊണ്ട് ഞെട്ടി അലക്സ് തിരിഞ്ഞു നോക്കിയപ്പോ ഒരു 1-ാം തരം കരടി അല്ലേ, ഒരു കരടിയാണ് അലക്സിനെ അടിച്ചത്. അടി എന്ന് പറഞ്ഞാൽ ഉഗ്രൻ അടി. അപ്പൊ ഇത്രയും കടുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും ഉത്തരം എഴുതാൻ പാകത്തിൽ രസത്തിനാണ് അവസാനത്തെ ചോദ്യം. കരടിയുടെ നിറമെന്ത്? അലക്സിനെ അടിച്ച കരടിയുടെ നിറമെന്ത്? വയലറ്റ് എന്നോ ചുവപ്പെന്നോ ഒക്കെ എഴുതിക്കോ, ഇഷ്ടമുള്ള ഉത്തരം. യു മേ സ്റ്റോപ്പ് റൈറ്റിംഗ്. നിങ്ങൾക്ക് നിർത്താം. നിങ്ങളുടെ ആൻസർ ഷീറ്റുകളൊക്കെ ഇവരിപ്പോ കളക്ട് ചെയ്യും. ഇപ്പൊ തന്നെ ഉത്തരങ്ങളും പറഞ്ഞുതരാം. സ്റ്റോപ്പ് റൈറ്റിംഗ്. പെട്ടെന്ന് കളക്ട് ചെയ്തോ, ഇനി എഴുതരുത്. എല്ലാരും കൊടുത്തോ? ഉത്തരങ്ങൾ കേൾക്കണ്ടേ? ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ നോക്കട്ടെ. ആദ്യം ചോദിച്ച ചോദ്യത്തിന് മക്കളെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതലായില്ല, ഒരു ദിവസത്തിൽ കൂടുതലാവുന്നേ ഉള്ളൂ. അദ്ദേഹം തിരിച്ച് ഭൂമിയിലെത്തിയിട്ട് ശുഭാംശു ശുക്ല, നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് ശുഭാംശു ശുക്ലയാണ്. രണ്ടാമത്തേത് മാവേലി നാടുവാണിയുടെ കാലമാണ് ചോദിച്ചത്. ഞാനൊരു സൂചനയിൽ നിന്നും 1917 ചെറായിയിൽ അദ്ദേഹം ഒരു വലിയ വിപ്ലവം നടത്തിയെന്ന്. അദ്ദേഹം നടത്തിയ വിപ്ലവത്തിന്റെ പേര് പന്തിഭോജനം എന്നാണ്. അത് നടത്തിയ മഹാനായ മനുഷ്യൻ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഈ ഓണപ്പാട്ട് എഴുതിയത് കേട്ടോ. മൂന്നാമത്തേത് ശ്രീനിവാസ രാമാനുജന്റെ കാണാൻ ഹാർഡി വന്ന കാറിന്റെ നമ്പർ 1729.
10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് അല്ലേ? നാലാമത്തേത് ലോക ചെസ് ചാമ്പ്യനായി മാറിയ നമ്മുടെ സ്വന്തം ഡി ഗുകേഷ് ആയി. അഞ്ചാമത്തേത് 4:20 ക്ലോക്കിലെങ്കിൽ പ്രതിബിംബത്തിൽ എത്രയാകുമെന്ന് അറിയാൻ എളുപ്പമാണ്. 11:60 നിന്ന് അത് കുറച്ചാൽ മതി. 7:40 അല്ലേ? 7:40 ആയിരിക്കും അതിന്റെ സമയം. ആറാമത്തെ ചോദ്യം, IPL ഓറഞ്ച് ക്യാപ്പ് കിട്ടിയതാർക്കാ? സായി സുദർശനാണ് അത് കിട്ടിയത്. സെക്കൻഡ് മോസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ഓഫ് ദ വേൾഡ്, അത് ന്യൂസിലാൻഡിന്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടൺ ആണ്. ന്യൂസിലാൻഡ് എന്ന് എഴുതിയാലോ വെല്ലിംഗ്ടൺ എന്ന് എഴുതിയാലോ പോയിന്റ് തരും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് കേരള മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏത് എന്നായിരുന്നു? അത് അങ്കോർ വാട്ട്, കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്നതാണ് നിങ്ങൾ ഈ കണ്ട വീഡിയോ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ഭൂഷൺ രാമചന്ദ്ര ഗവായ് എന്ന BR ഗവായ്. BR എന്നൊന്നുമില്ല, ഗവായ് എന്ന് കണ്ടാലും ഞാൻ മാർക്ക് തരും. 11ാമത്തേത്, കാണുന്നീല ഒരക്ഷരവും എന്റെ വംശത്തിൻ പറ്റി, കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് എഴുതിയത്, എന്ന് പാടിയത് ഒരു സമൂഹത്തിനെ മുഴുവൻ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവൻ യത്നിച്ച ആ മനുഷ്യൻ പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന പൊയ്കയിൽ അപ്പച്ചനാണ്. പൊയ്കയിൽ അപ്പച്ചനെന്നോ പൊയ്കയിൽ യോഹന്നാനെന്നോ പൊയ്കയിൽ കുമാരഗുരുദേവനെന്നോ എന്തെഴുതിയാലും മാർക്ക് തരും. നിങ്ങൾ ഈ കാണുന്ന കായിക വിനോദം അതൊരു പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നിക്കാണും. പക്ഷേ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലാകാൻ സാധ്യതയുള്ള ഫുട്ബോളിനേക്കാൾ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഒരു വർഷത്തിനുള്ളിൽ പോപ്പുലറൈസ്ഡ് ആകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ട ഈ കായിക രൂപം ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പടർന്നു പിടിക്കുന്നു. തിരുവനന്തപുരത്ത് പോലും ഇതിനൊക്കെ കളിക്കളങ്ങൾ വന്നു തുടങ്ങി. ഈ കായിക രൂപത്തിന് പേഡൽ എന്നാണ് പേര്. PEDAL, പേഡൽ എന്നാണ് ഏറ്റവും പുതിയ കായിക രൂപത്തിന്റെ പേര്. ടെന്നീസിനോടും ബാഡ്മിന്റനോടും സ്ക്വാഷിനോടും ഒക്കെ സാമ്യമുള്ള കുറച്ചുകൂടി ആയാസമില്ലാതെ കളിക്കാൻ കഴിയുന്നതാണ് പേഡൽ. താഴെ വീണാലൊന്നും ബോൾ ഡെഡ് ആവില്ല, ചുമരിലടിച്ചാലും ഔട്ടായാലും ഒന്നും ബോൾ ഡെഡ് ആവില്ല. 13ാമത്തെ ചോദ്യം കാൾപേയെ കുറിച്ചായിരുന്നു. കാൾപേ ആണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ, നമ്മുടെ മാർക്ക് സക്കർബർഗിനെ പോലെ ഇലോൺ മസ്കിനെ പോലെ ലോകം സാങ്കേതിക ലോകം വളരെയധികം ചർച്ച ചെയ്യുന്ന ആളാണ്. നമ്മുടെ നത്തിങ്ങിന്റെ OnePlusന്റെ ഒക്കെ ഫൗണ്ടറാണ് കാൾപേ. ജപ്പാനിലെ ഗുഡ് ബൈ ടാക്സിന് എന്താ ആരാ പറഞ്ഞത്? എഴുന്നേറ്റ് പറയും, ഉറക്കെ പറ മോളെ. അതാണ് മോളെ, സയനോര. ജപ്പാനിൽ ഗുഡ് ബൈക്ക് പറയുന്ന മനോഹരമായ വാക്ക്. വെരി ഗുഡ്. സയനോര ടാക്സ് എന്നാണ് അതിന്റെ പേര്. സയനോര. ഗുഡ്. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏതെന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു. 3 പേരുണ്ടല്ലേ TV-യിൽ. ഒന്നാമത്തെ ആള് UP, രണ്ടാമത്തെ ഹൈസ്കൂൾ, മൂന്നാമത്തെ ഒരാൾ വരുന്നത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു. ആ സിനിമയുടെ പേരാണത് മൂന്നാമതൊരാൾ എന്നാണ് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ മൂവിയുടെ പേര്. ആ കലാരൂപം, ഈ കലാരൂപം ഏതാണ്? പടയണിയാണ് ഈ കലാരൂപം. ഓഡിയോ ഇച്ചിരി പ്രയാസമുള്ളതായിരുന്നു അല്ലേ? ആ എഴുത്തുകാരൻ്റെ ഓഡിയോ ചേതൻ ഭാഗത്താണോ? ശബ്ദം കേട്ടിട്ടുള്ള ശബ്ദമാണോ അത്? നിങ്ങൾ അല്ല, നിങ്ങൾക്ക് അറിയാത്ത ആളുടെ ശബ്ദമാണ്. അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. എനിക്ക് തോന്നിയ വിഷ്ണുവിനോട് പരിചയമില്ലാത്ത ആളുകളെയൊന്നും ശബ്ദം ഇടരുത് എന്ന്. നമുക്ക് കാണാനല്ലേ വേണമെങ്കിൽ ആ ശബ്ദം ആളിനെ. Awards are where we get more energy, but even then we have to know one. ഞാൻ തുടങ്ങിയത് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ KJ യേശുദാസിന്റെ ശബ്ദമാണ് നിങ്ങൾ ഈ കേട്ടത്. 18ാമത്തേത് സ്ട്രോബെറി വിത്ത് ക്രീം ആയിരുന്നു. ഏതിന്റെയാണ്? നമ്മളെ എക്സാക്ട്ലി വിംബിൾഡണിന്റെ ഔദ്യോഗിക ഭക്ഷണമാണ് സ്ട്രോബെറി വിത്ത് ക്രീം. 19ാമത്തെ വളരെ എളുപ്പമാണ്.
ഭീമൻ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഭക്ഷണ ഉൽപ്പന്നം ഏത്? അതിനാണ് ഭീമന് വേണ്ടിയാണ് ഞാൻ രണ്ടാമതും ചോട്ടാ ഭീമൊക്കെ തന്നത്. ആ ബാൻഡിന്റെ പേരും ആ ഭക്ഷണത്തിന്റെ പേരും ഒന്ന് തന്നെ. എന്താണ്? അവിയൽ. അവിയലാണ് ഉത്തരം. ഓ മൃദുലേ എന്നുള്ള ആ പാട്ട്, ഒന്നുകൂടെ കേൾക്കാം. ആ പാട്ട് നമ്മുടെ ടീച്ചർമാർക്കൊക്കെ ആ പാട്ട് കേട്ടോ പഴയതൊക്കെ എന്തൊക്കെ ഓർമ്മ. മനോഹരമായി ഈ പാട്ട് എഴുതിയ ആള് ഒരു ഫിലിം മേക്കറാണ്. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് എന്ന രീതിയിലല്ല പ്രശസ്തി. മലയാളത്തിലെ പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടാണ് ഈ ഗാനം എഴുതിയത്. സത്യൻ അന്തിക്കാടാണ് ഈ പാട്ട് എഴുതിയത്. ഇനി അവസാനത്തെ ചോദ്യം അലക്സ്. ഒന്ന് വാ അലക്സ്. അലക്സും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാവുന്നതിൽ നമുക്കൊരു പരാതി ഇല്ലാതെ എനിക്കറിയാം. ഞങ്ങൾ യാത്രയൊക്കെ പോകാറുള്ളതും തെറ്റൊന്നുമില്ല. നമുക്ക് യാത്ര പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇതുവരെ എന്തായാലും ഉണ്ട്. ഈ ഭാവിയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞുകൂടാ. പിന്നെ അലക്സിന് ഇരുന്നിടം കുഴിക്കുന്ന ഒരു ദുശീലമുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ചത് തര കുഴിക്കും, അല്ലാതെയുള്ള ഇരുന്നിടം കുഴിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവരൊക്കെ ചിരിക്കുന്നത്. അതൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. അലക്സ് കുഴിച്ചു, 10 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തു. അതിനുള്ള ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്, വളരെ ഹെൽത്തി അലക്സ്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ കോയിനും പോയി. അത് പോകേണ്ടതാണ്, അതൊരു വിധിയതാണ്. ആ കോയിൻ ഒരു സെക്കൻഡിനുള്ളിൽ ആ കുഴിയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മക്കളെ. നമ്മൾ തീരെ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 9.8 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു സെക്കൻഡിൽ 9.8 മീറ്റേഴ്സാണ് ഒരു സെക്കൻഡിന്റെ വർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുക. ഞാനും അലക്സ് കുഴിച്ച കുഴിയിലേക്ക് പക്ഷെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയ നാണയം 10 മീറ്റർ ആഴത്തിലേക്ക് ഒരു സെക്കൻഡിനുള്ളിൽ എത്തണം എങ്കിൽ ഞങ്ങൾ ഇരുന്ന സ്ഥലത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 കൂടുതലായിരുന്നേ പറ്റൂ. അതും കുട്ടിക്കാലത്ത് തന്നെ ക്ലാസ്സുകളിൽ നമ്മൾ ജോഗ്രഫിയിലും സയൻസിലും പഠിക്കും. ഭൂമിയുടെ ഗുരുത്വാകർഷണം, ത്വരണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്യാൻ ബി മോർ ദാൻ 9.8 ഓൺലി ഇൻ ദ പോളാർ റീജിയൻസ്. ധ്രുവപ്രദേശങ്ങളിൽ മാത്രമാണ് 9.8 കൂടുതൽ ആക്സലറേഷൻ ഉണ്ടാവുക. അലക്സ് കുഴിച്ച 10 മീറ്റർ ആഴത്തിലെ കുഴിയിലേക്ക് ഒരു സെക്കൻഡിനുള്ളിൽ എൻ്റെ കോട്ടിലെ കോയിൻ വീഴണം എങ്കിൽ ഞാനും അലക്സും ഇരുന്നത് ഒരു ധ്രുവപ്രദേശത്ത് തന്നെയായേ പറ്റൂ. അവിടെ അലക്സിനെ തല്ലിയ കരടി ഒരു ധ്രുവക്കരടി ആയേ പറ്റൂ. അതുകൊണ്ട് തന്നെ 21ാമത്തെ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറുപ്പെന്നല്ല, വെളുപ്പ് എന്നാണ്. It was a white bear because it should be a polar bear. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് ധനിഷ്മ DS ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരംകുളം. ധനിഷ്മ ഉണ്ടോ അവിടെ? വരുമോ? നവീൻ TS ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരംകുളം. നവീനും ധനിഷ്മയും ഹൈസ്കൂൾ വിഭാഗത്തിൽ 6ാമത്തെ ടീമാകാൻ വേണ്ടി ടൈ ബ്രേക്കറാണ് അവരുടെ സ്കോർ. ടൈ ബ്രേക്കറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് അവര് ടീം മത്സരമാണെന്നുള്ള ധാരണയിലാകാം രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് എഴുതിയത്. അതുകൊണ്ട് ഒരേ ഉത്തരങ്ങളാണ് എഴുതിയത്. ഇവരിൽ ഒരാളാണ് സെലക്ഷൻ കിട്ടുക. അപ്പൊ നിങ്ങൾ ആരാണ് സെലക്ഷൻ കിട്ടുക എന്ന് പറയാൻ ലളിതമായ ടൈ ബ്രേക്കർ. റൈറ്റ് നിന്നുകൊണ്ട് അല്ല, ഇങ്ങോട്ട് നോക്കി നിന്നോ. നമുക്ക് ആദ്യം സ്ക്രീനിൽ ഒരു സംഗതി കാണാം. ശരി, ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആദ്യം കൈ ഉയർത്തി അത് ട്രൂ ആണോ ഫോൾസ് ആണോ, ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ആളിന്, ഇപ്പോ താങ്കളാണ് കൈ ഉയർത്തുന്നത് എങ്കിൽ മോൻ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ മോനാകും ക്വാളിഫൈഡ് ആവുക. അതേസമയം മോൻ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഷീ വിൽ ഗെറ്റ് ക്വാളിഫൈഡ്. ആദ്യം കൈ ഉയർത്തുകയും വേണം, ശരി ഉത്തരം പറയുകയും വേണം. റെഡി? നിങ്ങളൊരു ചിത്രം കണ്ടു അല്ലേ? എന്താണ് ചെസ് ബോർഡിന്റെ ചിത്രം? സോ മൈ സ്റ്റേറ്റ്മെന്റ് ഈസ്, ഒരു ചെസ് ബോർഡിലെ ആകെ സമചതുരങ്ങൾ, the total number of squares in a chessboard is 64. True or false?
ട്രൂ ആണോ? ആണോ? യെസ് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ചെസ് ബോർഡ് തന്നെ ഒരു സ്ക്വയറാണ്. 4 കളങ്ങൾ ചേരുമ്പോൾ മറ്റൊരു സ്ക്വയർ, 9 എണ്ണം ചേരുമ്പോൾ മറ്റൊരു സ്ക്വയർ, 16 എണ്ണം ചേരുമ്പോൾ മറ്റൊന്ന്, 25 എണ്ണം ചേരുമ്പോൾ മറ്റൊന്ന്, അല്ലേ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 പ്ലസ് 36 പ്ലസ് 49 പ്ലസ് 64, 204. 204 സ്ക്വയേഴ്സ് ആണ് ഒരു ചെസ് ബോർഡിലുള്ളത്. 64 കളങ്ങളാണ്, സമചതുരങ്ങൾ 204. സോ യു ഗെറ്റ് ക്വാളിഫൈഡ് കേട്ടോ. നമ്മുടെ സ്കോറേഴ്സ് അധ്യാപകരാണ്. ഈ സെലക്ഷൻ കിട്ടുന്ന മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവരാണ് നിങ്ങളുടെ സ്കോറുകൾ കൂട്ടി തെറ്റിക്കുക. അപ്പോൾ തെറ്റായിട്ട് ഇവരുടെ സ്കോർ കൂട്ടാൻ പ്രത്യേക തയ്യാറെടുപ്പിൽ നമ്മുടെ അധ്യാപകരുണ്ട്. ടീച്ചർ നിങ്ങൾ ചോദിച്ചു 12ഉം 4ഉം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ കൃത്യമായിട്ട് 33 പറഞ്ഞതുകൊണ്ട് ധൈര്യമുണ്ട്. ടീം സി ധനിഷ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരംകുളം, നികിത MA മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം, നികിത MA, ആൻഡ് അമലേഷ് കൃഷ്ണൻ നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിങ്ങൾക്ക് ടീം കബഡി ആകാം. അപ്പോ ശ്രീ സജി കമൽ, ശ്രീമതി രശ്മി, ശ്രീമതി കിരണേന്ദു, ഈ 3 പേർ ടീമല്ല, അവരാണ് സ്കോറേഴ്സ്. ഒന്ന് ക്ലാപ്പ് ചെയ്തോ. ചിലപ്പോൾ ഈ കൂട്ടിൽ കൂടുതൽ പോയിന്റ് വന്നാലോ. ടീം ഭാരതപ്പുഴ represented by Abhit MS മാരായമുട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ, ഈശ്വർ ചുള്ളിമാനൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ, മാർത്ത മേരി ചാക്കോ കാർമൽ സ്കൂൾ. ഈശ്വറിന്റെ ആൻസർ ഷീറ്റിൽ ഒരു പ്രത്യേക പരിഗണന കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം ഈശ്വർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റുകൾ നേടി. പക്ഷെ അതിലെ സംഗതി ഈശ്വർ ശരി ഉത്തരങ്ങൾ മാത്രമേ ഈശ്വർ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് തെറ്റുത്തരങ്ങൾ എഴുതിയിട്ടില്ല, എല്ലാം എഴുതിയില്ല എന്നാണ്. 6-7 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി, ആ എഴുതിയതെല്ലാം ശരിയായി എഴുതി. ശരി. അഭിമന്യു HSS വെങ്ങാനൂർ, ആൽഫ NKM സ്കൂൾ ധനുവച്ചപുരം, കൃഷ്ണകുമാർ GHSS നെയ്യാറ്റിൻകര, ടീം ഭവാനി. ഓടി വരും. പ്രഭാത് GHSS മാരായമുട്ടം, ആരാധന UPS മലങ്കര. ആരാധന ഉണ്ടോ? ആൻഡ് അഭിനവ് വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂൾ നേമം. ടീം പമ്പ. മുഹമ്മദ് ജോഫർ ഗവൺമെന്റ് UPS ശാന്തിവിള, നസിയ GHSS പട്ടം ആൻഡ് മിത്ര കാർമൽ സ്കൂൾ. ടീം പെരിയാർ. അപർണ GVHSS കോട്ടൺ ഹിൽ, സ്വാലിഹ് മറിയം ഗവൺമെന്റ് UPS ശാന്തിവിള ആൻഡ് അനൂപ് AS വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂൾ. ടീം നെയ്യാർ.
കൊടുക്കാം. ഒരു സെക്കൻഡ്. കൺഗ്രാജുലേഷൻസ്. എന്താ പേര്? അപ്പൊ എല്ലാ പേപ്പറും മാറ്റാൻ പോയി. പേപ്പറും പേനയും ഒന്നുമില്ല, ഇതെല്ലാം കളഞ്ഞേക്ക്. ഫൈനലിൽ നിങ്ങളുടെ അറിവ് പരിശോധിക്കുക മാത്രമല്ല, ക്വിസ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് മാത്രമാണോ? അല്ല. നിങ്ങളുടെ സഡൻ റെസ്പോൺസ്, നിങ്ങളുടെ ഇന്റലിജൻസ്, നിങ്ങളിലെ സേതുരാമയ്യർ, ഇതൊക്കെ വേണം. ഭാരതപ്പുഴയുടെ ടീംമേറ്റ് 3 പേരില്ലേ, അവരെ നിങ്ങൾ ഒളിപ്പിച്ചു നിർത്തിയോ? മൈക്കുണ്ടോ എല്ലാവർക്കും? എല്ലാവരും മൈക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ? അപ്പൊ ശരി, മൈക്കൊക്കെ പരിശോധിച്ചോ? ടീം ഭാരതപ്പുഴയ്ക്ക് നിങ്ങളുടെ കയ്യിലുള്ള സംഗീതം പകർന്ന് പ്രോത്സാഹനം കൊടുക്കും. എല്ലാവരും വിഷ് ചെയ്തോ? കൈവക്കടാ. ടീം നെയ്യാർ, ടീം കബനി, ടീം പെരിയാർ, ടീം പമ്പ, ടീം ഭവാനി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒന്നിന്റെ പേരിലുള്ള വേർതിരിവുകൾ ഇല്ലാത്തതാണ് അറിവ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് രാജ്യത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ഒന്നിന്റെ വ്യത്യാസം അറിവിലില്ലല്ലോ. അത് ലിംഗത്തിന്റെ പേരിലുമില്ല. നോക്കൂ, 18 പേർ മത്സരിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുത്തല്ലോ, അവരെഴുതി വന്നതാണ്. 9 പെൺകുട്ടികളും 9 ആൺകുട്ടികളുമാണ് ഈ വേദിയിൽ എന്നുള്ളതാണ് അറിയാതെ വന്ന ഏറ്റവും വലിയ സന്തോഷം. ശരിയല്ലേ? നമുക്ക് 5, 7, 9 അല്ലേ? ശരിയാണ്. അപ്പൊ അതിൽ പോലും വളരെ സമത്വമാണ് ഇവിടെ ഉള്ളത്. ആരംഭിക്കാം. അപ്പൊ ഇനി ഞങ്ങളൊക്കെ ഒരു ടീമാണ്, നിങ്ങൾ വേറെ. നിങ്ങളുമായിട്ട് നമ്മളൊരു കൂട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടാവും. ഇനി കളി ഇച്ചിരി വ്യത്യസ്തമാണ്. ഇനി മിണ്ടാതിരുന്നാൽ സമ്മാനമില്ല, നിശബ്ദതയ്ക്ക് സമ്മാനമില്ല. നിങ്ങൾ എത്ര ആക്റ്റീവാണോ, നിങ്ങൾ എത്ര സ്മാർട്ടായി കളിക്കുന്നോ അതാണ് പ്രധാനം. സോ ഇറ്റ്സ് എ ഗെയിം. ഇപ്പൊ ഓരോരുത്തർക്കുള്ള കൈനീട്ട് കിട്ടി. ഇനി ഇതാ ഇവരുടെ മുഴുവൻ കൈകളുടെ സംഗീതം ഈ മൊത്തം വൈകുന്നേരത്തിനാകട്ടെ. We are about to start the grand finale.